എന്താ മനുഷ്യ രാവിലെ തന്നെ ഒന്ന് തൊള്ള തുറന്ന് അലർന്നേ? പൂമുഖത്തേക്ക് ഒരു ബ്ലാക്ക് ടീ. നിങ്ങൾ പത്രം വായിച്ച് ചായം കുടിച്ചോണ്ട് ഇവിടെ ഇരുന്നോ? ഇന്ന് ഏതാ ദിവസം എന്ന് വല്ല ഓർമ്മയുണ്ടോ? എന്ത് ചോദ്യം ഇത്? എന്റെ ബർത്ത്ഡേ ഒക്കെ ഞാൻ മറക്കുവോ? അത് ശരി, അപ്പൊ നിങ്ങൾക്ക് അതും അറിയില്ലേ? ഇന്നെന്താ ഇന്ന്? എന്റെ മനുഷ്യ, ഇന്ന് അച്ഛൻ വരുന്ന ദിവസാ. നല്ല പിരിവാണോ ഇനി? അതൊന്നും അല്ല, ഇന്ന് വീട് വെഞ്ചരിപ്പാ. ഓ, അച്ഛന് വേറെ പണിയൊന്നുമില്ലേ? ഒരു അവധി ദിവസം കിട്ടിയത് ഇങ്ങനെ പോയല്ലോ. ദൈവദൂഷണം പറയാതെ മനുഷ്യ, നമ്മളോ പ്രാർത്ഥിക്കുന്നില്ല. നമുക്ക് വേണ്ടി അച്ഛനെങ്കിലും പ്രാർത്ഥിക്കട്ടെ. ആ, എന്തെങ്കിലും ആകട്ടെ. ആ കുരുത്തക്കെട്ടവന്മാരൊന്നും ഇതുവരെ എണീറ്റില്ലേ? മിക്കവാറും വെഞ്ചരിപ്പം കഴിഞ്ഞ് അച്ഛൻ പോയാലും അവരെ എഴുന്നേക്കും തോന്നണില്ല. അതെങ്ങനെയാ? രാത്രി 2 മണി 3 മണി വരെ മൊബൈലിൽ തോണ്ടിയിരിപ്പല്ലേ? സമയം 12 മണി ആയതേ ഉള്ളല്ലോ. സാറൊന്ന് നേരത്തെ ആണല്ലോ. വെറുതെ ഇവിടെ തലയും ചൊറിഞ്ഞോണ്ട് നിൽക്കാണ്ട് ബാക്കിയുള്ള എന്നെ കൂടെ എണീപ്പിക്കേ. എന്നിട്ട് പോയാൽ മുറിയൊക്കെ വൃത്തിയാക്കിയിടും. നമ്മുടെ ബൈബിൾ എവിടെയാ? അത് ഉപയോഗിച്ചിട്ട് കുറെ തപ്പിയെടുക്കണം. എല്ലാവരോടുമായിട്ട് പറയാം, വേഗം ബൈബിള് തപ്പിയെടുത്തോ. അച്ഛൻ വരുമ്പോ ഇവിടെ ബൈബിൾ ഇല്ലാന്ന് വന്നാ നാണക്കേടാ. എടി, നീ ആ അപ്പുറത്തെ ശാന്തമ്മയുടെ വീട്ടിൽ പോയിട്ട് ബൈബിള് വാങ്ങിക്കൊണ്ട് വന്നേ. എന്തിനാ അമ്മ ശാന്തി ആന്റിയുടെ വീട്ടിൽ പോകുന്നത്? ഞാൻ മേരി ആന്റിക്ക് ഘർസലേ ആത്തിയും. കഴിഞ്ഞ ആഴ്ച അവരുടെ പട്ടി നമ്മുടെ പൂച്ച ഓടിച്ചെന്ന് പറഞ്ഞ് ഞാൻ വഴക്കുണ്ടാക്കിയില്ലേ? അന്ന് പൊത്തു പറയാൻ കൊള്ളത്തൊക്കെ ഞാൻ അവളെ വിളിച്ചതാ. മാത്രമല്ല, അവളുടെ സ്വഭാവം മോശം. നീ വേഗം പോയിട്ട് ശാന്തമ്മയുടെ അടുത്തുനിന്ന് വാങ്ങിട്ടോ. എവിടം വരെയായി കാര്യങ്ങളൊക്കെ? ആ, ആയി വരുന്നു. ആ, എന്നാ നടക്കട്ടെ. ആരോ പദവി മുട്ടുന്നു. അച്ഛൻ വന്നു വന്നാ തോന്നുന്നേ. സ്തുതിയായിരിക്കട്ടെ. എന്നാ അച്ഛാ ഇരിക്കാം. ഒരാളെ കൂടെ കാണാനുണ്ടല്ലോ. അമ്മച്ചി എന്തി? എടി അമ്മു, നീ പോയി വല്യമ്മയെ വിളിച്ചോണ്ട് വാ. സ്തുതിയായിരിക്കട്ടെ. മൈക്കിളെ, കുറച്ചുനാളായല്ലോ പള്ളിയിലേക്കൊക്കെ കണ്ടിട്ട്. ഒന്നും പറയണ്ട അച്ഛാ, ആകപ്പാട് ജോലി ഇല്ലാതെ കിട്ടുന്ന ഒരു ദിവസം ഞായറാഴ്ച. അന്ന് രാവിലെ പള്ളി പോയ അര ദിവസം പോക്കാം. ഞായറാഴ്ച കുർബാന കടവുള്ളതാണെന്ന് അറിയില്ലേ? അച്ഛ, കടത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴാ അപ്പുറത്തെ വീട്ടിലെ മേരി ഞങ്ങളുടെ അടുത്ത് നിന്ന് 1000 രൂപ കടം വാങ്ങിയിട്ട് ഇതുവരെ അവള് തിരിച്ചു തന്നിട്ടില്ല. എന്നും അവിടെ പോയി തെറിയിരിക്കാൻ എനിക്ക് വലിയ അച്ഛ. ആ കടമല്ല, ഞായറാഴ്ച കുർബാന നന്നായി ഒരുങ്ങി പങ്കെടുക്കണം എന്നാണ് ഉദ്ദേശിച്ചത്. അച്ഛൻ ആ പറഞ്ഞത് നേരാ. ഈ ഇടവകയില് ഏറ്റവും നന്നായിട്ട് ഒരുങ്ങി വരുന്നത് ഞാനാ. എടാ മോനെ, നിന്നെ പള്ളിയിലോട്ടൊക്കെ കണ്ടിട്ട് കുറെ നാളായല്ലോ. ലാസ്റ്റ് എന്ന് വെച്ചാ പള്ളി ഫുഡ് ഉണ്ടായിരുന്നു. ഓണത്തിനല്ലേ? ആ, എന്നാ ഒന്ന് ഓണത്തിന് മാത്രം പ്രത്യക്ഷപ്പെടാൻ നീ ആരാണ്? മാവേലി. നിന്റെ കാര്യം എങ്ങനെയാടി? ഇൻട്രസ്റ്റ് ഇല്ലാത്തോണ്ടല്ല അച്ഛാ, ഭയങ്കര തിരക്കാ. രാവിലെ ബാഡ്മിന്റൺ ക്ലാസ്, ട്യൂഷൻ, പിന്നെ വൈകുന്നേരം ഡാൻസ് ക്ലാസ്. ഒട്ടും സമയമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ ഇതിനിടയ്ക്ക് ഒഴിവാക്കാൻ പറ്റുന്നത് പള്ളിയും കുർബാനയും മാത്രമാണ് നടത്തുന്നത്. അപ്പൊ നീയോ? അച്ഛൻ ഞാൻ പള്ളിയിൽ വരാറുണ്ട്. അച്ഛൻ കാണാത്ത. അങ്ങനെയാണെ അടുത്ത ആഴ്ച മുതൽ നിന്നെ പള്ളിയിൽ മുമ്പിൽ കണ്ടോണം. മക്കളെ,
ഈ കുർബാനയ്ക്കും സൺഡേ സ്കൂളിനൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. അങ്ങനെ പറഞ്ഞു കൊടുക്കച്ച. ഞാൻ പറഞ്ഞവർക്ക് ഒരു അനുസരണയില്ല. അതിന് നിങ്ങളെല്ലാം ഞായറാഴ്ചയും വരാറുണ്ടോ? ഇല്ലച്ച, സൗകര്യത്ത് വരുമ്പോഴൊക്കെ വരാറുണ്ട്. കുടുംബ പ്രാർത്ഥനയെങ്കിലും ഉണ്ടോ? അതങ്ങനെയല്ല അച്ഛാ. വർക്ക് കഴിഞ്ഞു വന്ന് ഇതൊന്നും സമയം കിട്ടില്ല. പിള്ളേരുടെ കാര്യമാണെങ്കിൽ ട്യൂഷൻ ഇല്ലാതെ അവരെ എവിടെ എത്തിക്കാനും പറ്റില്ല. അച്ഛാ, ട്യൂഷൻ മാത്രമല്ല, എൻട്രൻസ് കോച്ചിങ് കൂടെ ഉണ്ട്. എന്റെ മക്കളെ, നിങ്ങൾക്ക് ഇതിനിടയ്ക്ക് ഭക്ഷണം കഴിക്കാൻ സമയം കിട്ടാറുണ്ടോ? ഭക്ഷണം മുടങ്ങിയാലും കുളി മുടങ്ങിയാലും ട്യൂഷൻ മുടങ്ങാൻ പാടില്ല. അതാണ് ഇവിടുത്തെ rule. എന്റെ ദൈവമേ, ഇതിലും നല്ലത് പോകാണ്ടയായിരുന്നു. എന്നാ നമുക്കിനി പ്രാർത്ഥിക്കാം. എടാ മോനെ, നീ ആ ബൈബിൾ എടുത്ത് എഫേസോസ് 5:22 മുതൽ ഒന്ന് വായിച്ചേ. ബൈബിളിന്ന് ഓ, കഷ്ടപ്പെടണ്ട, ഞാൻ തന്നെ പറയാം. മക്കളെ, ഇപ്പോൾ നമ്മൾ കൈത്താക്കാലത്തിലാണല്ലോ. കൈതക്കാലം ഇപ്പൊ മഴക്കാലല്ലേ? എന്താ ചെയ്യണം? മിണ്ടാതിരിക്കാൻ പറഞ്ഞിട്ട് കാര്യമില്ല. വേദപാഠത്തിന് വേർപ്പിടാതെ ട്യൂഷന് വിട്ടുകഴിഞ്ഞാൽ അവരിതൊക്കെ എങ്ങനെ അറിയും? കൈത്താകാലം എന്നാൽ വിളവെടുപ്പിന്റെ കാലം എന്നാണ്. നമ്മളിൽ നിന്ന് ദൈവം ഫലം ആവശ്യപ്പെടുന്ന കാലം. എന്നാൽ നമ്മളോ ഇന്ന് ലോകത്തിന്റെ ഫലങ്ങളുടെ പുറകെയാണ്. ഞായറാഴ്ചയും പറ്റുമ്പോഴൊക്കെ നിങ്ങൾ കുർബാന കൂടാൻ പള്ളിയിൽ വരണം. പിന്നെ കുടുംബ പ്രാർത്ഥനയും മുടക്കരുത്. ഇതൊക്കെ പറ്റുന്ന കാര്യമാണോ അച്ഛാ? ഇതൊക്കെ നമുക്ക് പറ്റണം. ദൈവത്തിനായിരിക്കണം നമ്മുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഇവിടെ നമ്മൾ ഉണ്ടാക്കുന്ന പേരും പെരുമയും ഒന്നും മരിച്ചാൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റത്തില്ല. മക്കളെ ദൈവത്തിലേക്ക് നയിക്കേണ്ടതും മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. ഇനി നിങ്ങളെല്ലാം സ്ഥിരമായി പള്ളിയിൽ കണ്ടേക്കണം. ഞങ്ങൾക്ക് തെറ്റ് പറ്റിപ്പോയച്ചാ, ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഇനി മുതൽ ദൈവത്തിനായിരിക്കും ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നാം സ്ഥാനം. ഞായറാഴ്ച കുർബാന ഞങ്ങൾ മുടക്കത്തേയില്ല. കുടുംബ പ്രാർത്ഥനയും മുടക്കില്ല അച്ഛൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ഈ കുടുംബത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നന്ദി ദൈവമേ, നിത്യവും നിത്യവും നന്ദി ദൈവമേ. അങ്ങു തന്ന